ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചത്തീരാണ്. പഴയൊരു കൂട്ടാനാണ്. അതിന് വേണ്ടുന്നത് വെള്ളരിക്ക, പടവലങ്ങ, ചീനിമരയ്ക്ക, ചെറിയ വേണമെങ്കിൽ നീളമുള്ള പയർ കഷ്ണമാക്കി ഇടാം, മുരിങ്ങയ്ക്ക, കത്തിരിക്ക, വാഴയ്ക്ക, ഇത്രയും ഇടുക. പിന്നെ വെണ്ടയ്ക്ക പിന്നെ ഇടുക. ഞാൻ അടുപ്പിലോട്ട് വയ്ക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുക. വേവാനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് അടച്ചു വയ്ക്കുക. കുക്കറിൻ്റെ വെയിറ്റ് ഇടണ്ട, ഞാൻ കുക്കറിൽ വെച്ചെന്നേ ഉള്ളൂ. ചട്ടിയിലോ ചരുവത്തിലായാലും കുഴപ്പമില്ല. ഇന്നത്തോ വെന്തോന്ന് നോക്കട്ടെ കഷ്ണങ്ങൾ. വെന്തിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്ക ഇടുക. ഒരു 3 വെണ്ടയ്ക്കയാണ് ഇട്ടിട്ടുള്ളത്. വെണ്ടയ്ക്ക ഇട്ടൊന്ന് ഇളക്കി നോക്കാം. കൂട്ട് ഞാൻ അരച്ച് വച്ചിരിക്കുകയാണ്. കൂട്ടിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരു നുള്ളും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, പുളി, ഇത്രയും കൂടെയാണ് അരച്ച് വച്ചിരിക്കുന്നത്. നല്ല മഷി പോലെ അരയണം. ഈ വെണ്ടയ്ക്ക വെന്തതിന് ശേഷം നമുക്ക് കറിയിലോട്ട് ഒഴിക്കാം. വെണ്ടയ്ക്കയ്ക്ക് അധികം വേവില്ല, ഒന്ന് വെന്താൽ മതി. കൂട്ട് ഒഴിക്കുകയാണേ. ശകലം വെള്ളം ഒഴിച്ച് കൂട്ട് കലക്കി ഒഴിക്കാം. ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് ശകലം കുറവാണ്. കൂട്ടൊന്ന് തിളച്ചാൽ മതി. കറക്റ്റ് പുളിയും ഉപ്പും ഉണ്ട്. ഇനി കടുക് വറക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2 വറ്റൽമുളക്, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത്, കടുക്, കഞ്ഞിക്കൊക്കെ നല്ല കൂട്ടാനാണ്. രാത്രി കഞ്ഞിയും പച്ചത്തീയലും പപ്പടവും ഉണ്ടെങ്കിൽ നല്ലത്, അച്ചാറും. കരിവേപ്പിലയും കൂടെ ഇടാം. കറിയിലോട്ട് ഒഴിക്കുക. പച്ചത്തീയൽ റെഡിയായി. ഇപ്പോൾ ഉള്ള കുട്ടിയൊക്കെ അറിഞ്ഞൂടാ. ഇനി അതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം.